ഇടയിലൊന്നും അല്ല, ജോണിക്കുട്ടിക്ക് തരാൻ എന്റെ കയ്യിൽ ഒരു കത്ത് ഏൽപ്പിച്ചിരുന്നു. എനിക്ക് കത്ത്? അങ്ങനെ ഇപ്പൊ എനിക്ക് കത്ത് തരാൻ ആരാ നാട്ടിലുള്ളത്? ഇനിയിപ്പോ തയ്യക്കടക്കാരി കുമാരി ആയിരിക്കും. കുമാരിക്ക് എഴുതാ അറിഞ്ഞൂടാ. ആരാണ് തന്റെ കത്ത് തന്നത്? ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലാത്ത ആളാ. കാശ് പലിശക്ക് എടുത്ത് മുങ്ങിയ നാട്ടിലെ ഏവനെങ്കിലും ആയിരിക്കും. എനിക്ക് കത്തും അപേക്ഷയൊന്നും വേണ്ട. കാശ് തരാത്ത ആരായാലും ഞാൻ കുത്തിന് പിടിച്ച് മേടിക്കും. യുവമാർക്കൊന്നും എന്നെ ശരിക്കും അറിയാൻ പാടില്ല. പിടിവിട്ടാലേ ഞാൻ പിന്നെ കടുവയാ, കടുവ. സഹോദര നമസ്കാരം. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കത്തിലൂടെ എഴുതുന്നത്. അപേക്ഷയാ. പണം തരാൻ ഗതിയില്ലാത്ത ഏതോ ഒരുത്തർ അവന്റെ ജീവന് വേണ്ടി യാചിക്കുന്നതാ. അവനെങ്ങനെ ഇപ്പൊ എന്റെ കൈ കിട്ടേ ഇടിച്ച് എല്ലിനെ നുറുക്കും ഞാൻ. പാവപ്പെട്ട നിരവധി ആൾക്കാരെ പറ്റിച്ചും ഭീഷണിപ്പെടുത്തിയും കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുത്തും നിങ്ങൾ ഈ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്നു. ഈ അനീതി ഞങ്ങൾക്ക് പൊറുക്കാനാവുന്നില്ല. ആളുകളെ ദ്രോഹിച്ചതിന്റെ പ്രായച്ചിത്തമായി ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് നിന്റെ കയ്യും കാലും ഞങ്ങൾ വെട്ടും. അയ്യോ, ഇത് വെറും ഭീഷണിയല്ല. അനീതി വെട്ടിയറിയാൻ കോടാലി മരങ്ങത്തിറങ്ങിയ ABP കോടാലി പിടിക്കും പാർട്ടിയുടെ അറിയിപ്പാണ്. ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് കൈയും കാലും വെട്ടി മാറ്റിയ നിലയിൽ നിന്റെ ശരീരം റോഡിൽ കിടന്ന് പിടയ്ക്കും. ഇത് സത്യം, സത്യം, സത്യം. ജയ് KPP കോടാലി പിടിക്കും പാർട്ടി. അപ്പാ ജോണിക്കുട്ടി, ഈ ഭൂമിയിലെ വെള്ളം മുഴുവൻ കുടിച്ചു വച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ അപ്പോഴേ അപ്പനോട് പറഞ്ഞല്ലേ നമുക്ക് ഈ കള്ളക്കടത്തും കൊള്ളപ്പലിശയും കള്ളമാഫിയൊന്നും വേണ്ടെന്ന്. അതുകൊണ്ടല്ലേ എന്റെ കൈയും കാലും വെട്ടാവന്മാർ തീരുമാനിച്ചത്. അഴിമതി തുടച്ചു നീക്കാൻ കുറെ പാർട്ടിക്കാർ ഇറങ്ങിയിരിക്കുന്നു. ഈ അഴിമതി മുഴുവൻ തുടച്ചു നീക്കിയാ പിന്നെ ഉമ്മാൻ എന്തോ ചെയ്യൂടാ? അവന്മാരെന്തെങ്കിലും ചെയ്യട്ടെ. അപ്പൻ എന്റെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത്? മുകളിലോട്ടൊന്ന് വിളിക്കപ്പാ. MLA ദിനേശൻ വിദേശത്താ. ജപ്പാനിലെ മാലിന്യ ഓടകളെ കുറിച്ച് പഠിക്കാൻ പോയിരിക്കുക. DYSP ആണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അപ്പ സ്വന്തം മോന്റെ ജീവനാ റോഡിൽ കിടന്ന് ഉരുളാൻ പോകുന്നത്. അപ്പ കോടാലിയുമായി KPP മുന്നിൽ വരുന്നതിന് മുമ്പ് അപ്പൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എടാ മോനെ, ഇനിയിപ്പോ ഈ ഭീഷണിക്കത്ത് ചുമ്മാ ഒരു സ്റ്റണ്ടായിരിക്കോ? വെറുതെ നമ്മളിന്ന് പേടിപ്പിക്കാൻ. അപ്പ എനിക്ക് പരീക്ഷിക്കാൻ വേറെ ജീവനില്ല. അവന്മാർ വെട്ടുമെന്ന് പറഞ്ഞാൽ വെട്ടും. പുതിയ പാർട്ടി ആയതുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ പബ്ലിസിറ്റി കേട്ടാൻ അവന്മാർ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യോപ്പാ. ഏതായാലും ഞാൻ ആലീസ് മോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓ, കോള് പോകുന്നില്ല. അപ്പൻ ഇവിടെ കോള് പോകുന്നു നോക്കിയെന്നോ? എന്റെ ജീവൻ അവിടെ പോവാൻ പോന്നെ. ഇങ്ങോട്ടടപ്പ മരണഭീതി പിടിവിട്ട് നിൽക്കാൻ ഞാൻ. അപ്പൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവന്മാരുടെ കാല് വെട്ടുന്നതിന് മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യും. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എടാ മോനെ, രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. രണ്ടും കൽപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക. അളിയനടുത്തേക്ക്. അളിയനായിട്ടും അമ്മായിയപ്പനായിട്ടും ഒന്നുമല്ല നമ്മൾ പോകുന്നത്. വധഭീഷണി നേരിടുന്ന ഒരു പൗരനും അവന്റെ അപ്പനുമായിട്ടാ പോകുന്നത്. പൗരന്റെ ജീവന് സംരക്ഷണം തരേണ്ടത് പോലീസിന്റെ കടമയാ. നീ വണ്ടിയിലോട്ട് കയറ്. അപ്പം ബൈക്കാ? എടാ, ബൈക്ക് അവിടെ ഇരിക്കട്ടെ. കാലിനേക്കാൾ വലുതല്ലോ ബൈക്ക്. വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടോ. വാ. വേഗം വാ. ഉണ്ടപ്പാ. സാറേ, ഒരു ജീവൻ രക്ഷിക്കണം സാറേ. ഈ നിൽക്കുന്ന ജീവൻ ഇത് അപകടത്തിലാ. അപകടത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ജോണിക്കുട്ടി അപകടത്തിലാണെന്ന് കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഹരിതം പറയാതെ ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് കേക്ക്. ഇവന്റെ ജീവന് നേരെ ഒരു കൊട്ടേഷൻ. ഒരു കോടാലി പാർട്ടി. എനിക്ക് പോലീസ് സംരക്ഷണം വേണം. എവിടെ എന്റെ ആലീസ് മോള്? ആലീസും സബിനെയും വനിതാ ഹെൽപ്പ് ലൈനിൽ ഒരു പ്രോഗ്രാം പോയിരിക്കുക. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ മോനെ? നിങ്ങൾ കളക്ടർക്ക് ഒരു പരാതി കൊടുക്ക്. ജീവന് ഭീഷണിയുണ്ടെന്നും പറഞ്ഞ് ഒരാഴ്ച കളക്ടർ കാര്യങ്ങൾ പഠിക്കട്ടെ. ആവശ്യമുള്ള കേസാണെങ്കിൽ പോലീസ് സംരക്ഷണം കിട്ടും. അന്നേരം എനിക്ക് പോലീസ് സംരക്ഷണം വേണ്ട. അതിനും അമ്മനെ കൊല്ലുമെന്ന് പറയപ്പാ. സാറേ, ഈ രാജ്യത്തെ ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പോലീസിന് കടമയുണ്ട്. ഇവിടെ SI ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണം. വേണം. എന്റെ പ്രാഞ്ചേട്ടാ, ഈ ആവശ്യം പറഞ്ഞ് നിങ്ങൾ അകത്തോട്ട് ചെന്നാൽ
അപ്പനും മോനും ചേർന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്നും പറഞ്ഞൊരു കേസ് ഉണ്ടാക്കി നിങ്ങളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കും. ഞങ്ങൾ എസ്ഐയുടെ ബന്ധുക്കളായിട്ടല്ല ഇപ്പൊ വന്നിരിക്കുന്നത്, പിന്നെ ഒരു ജീവൻ രക്ഷിക്കാനാ. ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടിയേ തീരൂ. സംരക്ഷണം കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ സത്യാഗ്രഹം ഇരിക്കും. സത്യാഗ്രഹം ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. സാർ എനിക്ക് തരാനുള്ള 25,000 രൂപയുടെ പലിശ ഞാൻ വേണ്ടത്. പക്ഷെ എന്റെ ജീവൻ എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷിക്കണം. എന്ത് മണ്ടത്തരമാണോ നീ പറയുന്നേ? നീ ജീവിച്ചിരുന്നാൽ സെബാസ്റ്റ്യൻ പലിശയല്ലേ തരൂ, മുതല് തരണ്ടേ? നീ ജീവിച്ചിരുന്നാൽ മുതല് തരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ നീ തൊലഞ്ഞു പോണോന്നല്ലേ ഇവൻ ആഗ്രഹിക്കൂ. ഞാനത് ഓർത്തില്ലപ്പാ. എന്നാ സാറേ മുതല് തരണ്ട, പലിശ മാത്രം തന്നാ മതി. അപ്പൊ നീ കുടുംബം വിളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുവല്ലേടാ? മുതലില്ലെങ്കിൽ ആരെങ്കിലും പലിശ തരൂടാ പൊട്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയപ്പാ. എനിക്ക് എന്റെ തടി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്റെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാ സാറുമാരെ. നിങ്ങൾ ബഹളം വെക്കണ്ട, ഞാൻ എസ്ഐയോടൊന്ന് സംസാരിക്കാം. എന്താ ഇങ്ങനെ നോക്കണ? ഞാൻ നിന്നെ കണ്ടു നിറച്ചത് കാണട്ടാ മോനെ. ഓഹോ, അപ്പൊ എന്റെ ചാക്കൽ ഉറപ്പിച്ചല്ലേ? ഒരു കോടാലിക്കും ഈ തടി വെട്ടാൻ ഞാൻ കൊടുക്കില്ല. സാർ, ജീവന്റെ സംരക്ഷണം വേണമെന്ന്. ഏത് ജീവന്? ഒരു പൗരന്റെ ജീവന്റെ സംരക്ഷണം വേണമെന്ന്. ഏത് പൗരനാ ഇത്ര അത്യാവശ്യം? സാറേ, ബന്ധുക്കളായിട്ട് കാണണ്ട, അന്യരായിട്ട് കണ്ടാ മതി. തട്ടിക്കളയുന്നൊക്കെ അഭീഷണി. പുരുഷോത്തമ, സാർ, അത് ശരി. അപ്പൊ ജീവനിൽ കൊതിയുണ്ടല്ലേ? വെറും കൊതിയല്ല, വല്ലാത്തൊരു കൊതി. 2 ദിവസത്തേക്ക് പോലീസ് സംരക്ഷണം കൊടുത്ത് എന്റെ മോന്റെ ജീവൻ രക്ഷിക്കണം സാർ. രക്ഷിക്കാം. രക്ഷിക്കാം. പുരുഷോത്തമ, സാർ, എന്തോ പരിപാടിയുണ്ട്. ഈ കാല് കണ്ടോ? കണ്ടു സാർ, നല്ല കാര്യം. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചതിന് അവളുടെ അപ്പനും ആങ്ങളെയും കൂടെ തല്ലി ഒടിച്ച കാല. അന്നാ കാലിട്ടുന്ന കമ്പി എടുത്താളിയാ. ആ കമ്പി എന്റെ കാലിൽ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾ രണ്ടുപേരും എന്റെ ശത്രുക്കളാ. ഒരു ദിവസത്തേക്ക് ശത്രുത മറന്ന് എന്റെ മോന് സംരക്ഷണം കൊടുക്കണം സാറേ. മകന് സംരക്ഷണം കൊടുക്കേണ്ട കടമ അപ്പനുള്ളതാ. അത് പ്രായപൂർത്തിയാകുന്നത് വരെ. അത് കഴിഞ്ഞാൽ ഒരു പൗരന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് നിങ്ങളാ. കള്ളനോ കൊള്ളക്കാരനോ സംരക്ഷണം കൊടുത്താലും നിങ്ങൾക്ക് സംരക്ഷണം തരുന്ന പ്രശ്നമില്ല. ഇറങ്ങിക്കോണം രണ്ടുകൂടെ. എന്റെ മോന്റെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി എസ് ഐ പ്രതാപനായിരിക്കും. കൂടെ കൊണ്ടുകിടന്ന് സകല ഉടായ്പ പഠിപ്പിച്ചു കൊടുത്ത എവന്റെ ജീവന്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. എവന്റെ മരണം ഉടനെ സംഭവിക്കുകയും ചെയ്യും. ഇറങ്ങിപ്പോണം അവിടെ. ഇങ്ങനെയൊന്നും ഞങ്ങളോട് സംസാരിക്കില്ല സാറേ. അയ്യോ മാടപ്രാവ്, നിന്നെ ഞാൻ എടുത്തോണ്ട് കിടക്കട്ടാ. നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല. ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ കഴുത്തിൽ പിടിച്ച് ഞാൻ പുറത്തു പൊയ്ക്കോ. ഇനി എന്നാ തിന്നാനാണ് ഇവിടെ നിൽക്കുന്നത്? വാ പോകാം. ഞാൻ വരൂല. എടാ വാ മോനെ. എന്നെ കൊന്നാലും ഞാൻ വരൂല. എടാ വാ മോനെ. എന്നെ കൊണ്ട് പോവല്ലേപ്പാ. എടാ വാടാ. ഞാൻ വരൂല. എന്നെ കൊണ്ട് പോവല്ലേപ്പാ. ഞാൻ വരൂല. ഞാൻ വരൂല. സെബാസ്റ്റ്യൻ, പുരുഷോത്തമ, അങ്ങോട്ട് പിടിക്കാൻ ഇങ്ങോട്ട് പിടിക്കണോ ഈ മല? എന്നെ കൊണ്ടുപോവാണോ? അയ്യോ, എന്ത് പോയില്ലേ? എടുത്ത് കളയടോ ഈ അരിച്ചാക്കിനെ. ബാബു അമ്മ അമ്മായിയപ്പനെ അളിയനെ ഇറക്കി വിട്ടപ്പോ എന്തൊരു സമാധാനം. ഇനിയിപ്പൊ എന്റെ ജീവൻ ആര് സംരക്ഷിക്കും സാറേ? എസ് ഐ സാറ് പറഞ്ഞത് കേട്ടില്ലേ? ആർക്ക് സംരക്ഷണം കൊടുത്താലും നിങ്ങൾക്ക് സംരക്ഷണം തരത്തില്ലെന്ന്. സാറേ, ഇന്ന് ഒരു ദിവസത്തെ കാര്യമുള്ളൂ. ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് തട്ടുവെന്നാ അവര് പറഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് നടന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു. ഇതുപോലുള്ള സംഘടനക്കാര് വാക്ക് പറഞ്ഞ വാക്കാ. അയ്യോ, ഒരു ദിവസം ജോണിക്കുട്ടിക്ക് സംരക്ഷണം മതിയല്ലോ. മതി. എങ്കിൽ ഒരു മാർഗമുണ്ട്. പെട്ടെന്ന് പോയി ഒരു അടിപിടി കേസ് ഉണ്ടാക്കുക. ഞങ്ങള് കേസ് ചാർജ് ചെയ്ത് അകത്താക്കി തരാം. എന്താ പോരെ? അത് ബുദ്ധിയാടാ മോനെ. ജയിലിനകത്ത് കിടക്കുന്ന സുരക്ഷിതം വേറെ ഒരിടത്തും കിട്ടത്തില്ല. പ്രതിയെ 24 മണിക്കൂർ കസ്റ്റഡിയിൽ സൂക്ഷിക്കുക.
കസ്റ്റഡിയിൽ കഴിയുന്ന ആൾക്ക് പരിപൂർണ സംരക്ഷണം കൊടുക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. അതാ ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ കുഴപ്പം. നിരപരാധികൾക്ക് സംരക്ഷണമില്ല, പക്ഷെ പ്രതികളെ സംരക്ഷിക്കും. വെറുതെ അല്ല ആൾക്കാർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വെറുതെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്നത്, വാ ഒരു കേസ് ഉണ്ടാക്കിട്ട് വരാം. അതങ്ങനെ ശരിയാവും. നിനക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ കേസ് നീ ഉണ്ടാക്കണമില്ലേ? അപ്പന്റെ പറച്ചിൽ കേട്ടതൊന്നും ഇതുവരെ ഉണ്ടാക്കിയ സകലമാന കേസുകൾ ഞാൻ ഉണ്ടാക്കണമെന്ന്. അപ്പനുണ്ടാക്കിയ കേസുകളെല്ലാം ഞാൻ കിടന്ന് അനുഭവിക്കുന്നു. വലിയ കേസൊന്നും വേണ്ടാന്നേ. ആ റോഡിലോട്ട് ഇറങ്ങി ആദ്യം കാണുന്ന നമ്മുടെ കർണക്കുറ്റി ഒക്കെ ഒന്ന് കൊടുത്താൽ മതി, കേസ് ആയിക്കോളും. അടി കിട്ടിയവൻ കേസ് കൊടുത്തില്ലെങ്കിലോ? വെറുതെ ഒരുത്തന്നെ തല്ലിയാൽ ആരാ കേസ് കൊടുക്കാത്ത? ആരാണെങ്കിലും കേസ് കൊടുത്തിരിക്കും, അല്ലേ സാറേ? ഉറപ്പാ? ഉറപ്പ്. കേസ് കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ. കുറഞ്ഞതൊരു 16 ദിവസം എനിക്ക് ജയിലിൽ കിടക്കണം. വേഗം അറസ്റ്റ് ചെയ്യ്. ഒരു പോലീസുകാരനെ തല്ലാൻ മാത്രം ചങ്കുറപ്പും ശരീരശേഷിയും ഈ ശരീരത്തിനുണ്ട് എന്നോടാ മോനെ. അപ്പാ ഇതങ്ങനെയല്ലപ്പാ. സ്വന്തം ജീവൻ അപകടത്തിലായാൽ ആരും ഒരു സാഹസത്തിന് മുതിരുവപ്പാ. എന്താ നോക്കി നിൽക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു പോലീസുകാരനെ തല്ലി ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യൂ പ്ലീസ്. അറസ്റ്റ് ചെയ്യൂ പ്ലീസ്. അയ്യേ, പ്രതാപ സാറിന്റെ അളിയൻ എന്നെ ഒന്ന് തല്ലിയെന്ന് വെച്ച് എനിക്ക് കേസോ? എനിക്ക് ഒരു കേസും ഇല്ല. ഓടാ മോനെ. പാവം, നല്ല സ്നേഹമുള്ള അച്ഛനും മോനും. എന്നെ എത്ര തല്ലിയാലും ഞാൻ കേസ് കൊടുക്കത്തില്ല. മോനെ ജോണിക്കുട്ടി, ഒന്നും അപ്പനെ തല്ലിയുടെ പേരിൽ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ അന്ത തല്ലിയോടാ കൈയും കാലും ഇല്ലാതെ റോഡിൽ കിടക്കുന്നത്. ജോണിക്കുട്ടി, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആലീസിന്റെ അടുത്ത് പോയി കാര്യം പറ. പക്ഷെ സംസാരിക്കുമ്പോ പ്രതാപൻ സാറും അടുത്തുണ്ടായിരിക്കണം. അത് ഞങ്ങൾ വീട്ടിൽ പോണ്ടേ? പോണം. പ്രതാപൻ സാറും ആലീസും സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളും ചെല്ലണം. വീട്ടിൽ വെച്ച് ആലീസ് എന്ത് കാര്യം പറഞ്ഞാലും പ്രതാപൻ സാർ അത് എതിർക്കില്ല. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എന്തോന്ന് ഉറപ്പ്. പക്ഷെ മരിക്കുകയാണെങ്കിൽ ഈ സ്റ്റേഷന് മുറ്റത്ത് കിടന്ന് ഞാൻ മരിക്കും. തച്ചങ്കോട് ശ്രീ പ്രതാപന്റെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ച് ഇതാ ഒരു പൗരൻ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജീവത്യാഗം ചെയ്യാൻ പോകുന്നു. ആർക്കാണ് ഇവിടെ ജീവത്യാഗം ചെയ്യണ്ടേ? സ്റ്റേഷനിൽ ഉണ്ടാക്കിയതൊന്നും പോരാഞ്ഞിട്ടാണോ കുഴപ്പത്തിന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? വേഗം പൊയ്ക്കോ, പ്രതാപേട്ടനകത്തുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഇങ്ങോട്ട് വന്നത്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് സ്റ്റേഷനിൽ ചെന്നു. അവിടെ നിർത്താച്ചനെ ഇറക്കി വിട്ടു. ഇപ്പൊ ദേ സ്വന്തം മോളുടെ മുമ്പിൽ അഭയാർത്ഥികളെ പോലെ വന്ന് നിൽക്കുക. നീയും കൂടി കൈവിട്ടാൽ നിന്റെ ഒരു കൂടപ്പുറപ്പിന്റെ ജീവനറ്റ ശരീരം തുണ്ടം തുണ്ടമായി വഴി കിടക്കും. എന്നിട്ടാ കൂടപ്പറപ്പ് എവിടെ? മോനെ ഡോണിക്കുട്ടി, നീ എന്താടാ കള്ളന്മാരെ പോലെ? ഇവനെ കൊല്ലാനേ ചില കോടാലി പാർട്ടിക്കാര് നടക്കുക. പോലീസ് സംരക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോണിക്കുട്ടിയെ കിട്ടുകയല്ല പോള. ചേച്ചി, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്റെ ശരീരത്തിലെ കയ്യോ കാലവന്മാർ വെട്ടിയെടുത്ത ഞാൻ പിന്നെ ജീവിച്ചിരിക്കൂല. അപ്പാ, നീ പ്രതാപനോട് ഇന്ന് ഒരു ദിവസം ഇവനെ ഒന്ന് സംരക്ഷിക്കാൻ പറ. ഈ ദിവസം കഴിഞ്ഞാൽ ഇവന്റെ പൂർണ്ണ ചുമതല ഞാൻ വഹിച്ചോളാം. ഇവിടെ നിനക്ക് എന്താ കാര്യം? അല്ല, മോളെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് കരുതി വന്നതാ. കണ്ടോ? കണ്ടു. നേരെ പോയിക്കോ. എനിക്ക് എന്റെ ചേച്ചിയുടെ വീട്ടിൽ ഒരു ദിവസം താമസിക്കണം. എന്നെ കൊന്നാലും അടുക്കള കിടന്നോളാം. കിടന്നോട്ടെ. ഞാൻ വാടകയ്ക്കെടുത്ത വീട്ടിൽ എന്റെ ആദ്യം അടുത്ത
മാസത്തെ. നീ വാടാ കൊടുക്കണ അവനെ വിടും. പ്രതാപേട്ടന്റെ ശത്രുവാണെങ്കിൽ ഇവൻ എനിക്ക് അനിയനാ. അല്ല, ചേച്ചി. ഒരാവശ്യം വന്നാൽ സഹായിക്കേണ്ട എന്റെ കടമയാ. ശരി ഇവനെവിടെ കിടന്നു പക്ഷേ ഞാൻ പോവാ സ്റ്റേഷനിൽ കിടന്നു പ്രതാപേട്ട, പ്രതാപേട്ടന്റെ വേണ്ട ചേച്ചി, എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ഞാൻ ഏതെങ്കിലും പണയിലെങ്കിലും കിടന്നോളാം. ജോണിക്കുട്ടി, കരഞ്ഞോണ്ടല്ല അവൻ ചിരിച്ചോണ്ടാ പോണ അപ്പ നമുക്ക് സ്വന്തം എന്ന് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളപ്പ. എന്റെ ശവം വഴി കിടക്കുന്നുണ്ട. അപ്പം കരയോ അപ്പ? ഞാൻ കരയൂടാ, ചങ്ക് പൊട്ടി ഞാൻ കരയും. എനിക്ക് മതിയപ്പ. എനിക്ക് വേണ്ടി കരയാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. മോനെ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുന്നില്ലടാ. കോടാലിയും കൊണ്ടുവരുന്നവന്റെ കൈ ഞാൻ വെട്ടും. കേറി വരെ നിനക്ക് കൂട്ടായിട്ട് ഈ അപ്പനുണ്ടാ. മിസ്റ്റർ എസ് ഐ പ്രതാപേന്ദ്രൻ, എന്റെ മോന്റെ ജീവന് സംരക്ഷണം നൽകാൻ നിനക്ക് പറ്റത്തില്ലല്ലേ? ദേ, അവസാനമായിട്ട് ഞാൻ ചോദിക്കുക, ഇവന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു 2 പോലീസുകാരെങ്കിലും നിയമിച്ചുകൂടെ? അങ്ങനെ കണ്ടവന്മാർക്ക് പാറാവൽ നിൽക്കലല്ല പോലീസിന്റെ പണി. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ചോട്ടാ നേതാവിന് ഒരു വധഭീഷണി വന്നാൽ നീയൊക്കെ അവന് ചുറ്റും 1000 പോലീസിനെ നിർത്തുമല്ലോ. ഒരു സാധാരണക്കാരന് ഒരു വധഭീഷണി വന്നപ്പോ പേരിന് പോലും ഒരു പോലീസുകാരനില്ല. ദേ, ഈ രാത്രി വെളുക്കുന്നതിന് മുമ്പ് എന്റെ മോൻ എന്തെങ്കിലും പറ്റിയാൽ നീ ഇനി SI ആയിട്ട് ഇവിടെ ജീവിക്കത്തില്ല. എന്റെ മോന്റെ ജീവന് സംരക്ഷണം കൊടുക്കാത്ത ഒരു പോലീസ് സ്റ്റേഷൻ ഈ തച്ചങ്കോട്ട് വേണ്ട. ഞങ്ങൾ 2 പേരും അതിന് ബോംബ് വെക്കും. അവിടെയുള്ള സകല പോലീസുകാരും ഞാനും എന്റെ ജോണിക്കുട്ടിയും ചേർന്ന് ഇന്ന് തട്ടും. എനിക്കിത് മതി. ഇനി എനിക്കോ എന്റെ പോലീസ് സ്റ്റേഷനോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അപ്പനും മകനുമായിരിക്കും. അതിന്റെ തെളിവായിട്ടേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കേട്ടാ? അപ്പാ, എന്തൊക്കെ വിവരക്കേടായി വിളിച്ചു പറഞ്ഞേ. ഇങ്ങോട്ട് വാ. ഇനി ഇവരിവിടെ നിന്ന് എന്ത് കൂത്തു വേണമെങ്കിലും ചെയ്തോട്ടെ. പ്രതാപേട്ട, ഇവരറിയാതെ. അതെ, എല്ലാം ഇവരെ അറിയാതെ തന്നെയാ. നീ കേറി വാ, ഇല്ലെങ്കിൽ ബഹളം കേട്ട് നാട്ടുകാർ വരും. വാ വാ, ഇങ്ങോട്ട് വരാ. ഇനി പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഭീകരവാദി ബോംബ് വെച്ചാൽ അപ്പനും മോനും 2 വഴിയുണ്ട്. പ്രതാപേട്ട, എന്താ ഇത്? പ്രതാപേട്ട, പ്രതാപേട്ടന്റെ എന്തോന്ന് കാഴ്ച കേറി പോടിയാ. പ്രതാപേട്ട, അപ്പ എന്തിനാ അങ്ങനെ പറഞ്ഞേ? നിന്നെ ബഹിഷ്കരിച്ച മരുമാനോടുള്ള ദേഷ്യം തീർത്തതാ. അങ്ങനെ പറയുമ്പോ എന്റെ പേര് അനുവാദം ഇല്ലാതെ അപ്പൻ എന്തിനു പറയണം? എടാ, എന്ത് ചെയ്താലും നമ്മൾ ഒന്നിച്ചല്ലോടാ ജോണിക്കുട്ടി. അല്ല, പോലീസുകാരെ തട്ടാനും സ്റ്റേഷന് ബോംബ് വെക്കാനും എന്നെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എടാ പൊന്നുവനെ, ഇതൊക്കെ വെറും പറച്ചിലല്ലാതെ വല്ലതും നടക്കുന്നതാണോ? നടന്നാലും ഇല്ലെങ്കിലും അളിയന്റെ കയ്യിൽ തെളിവുണ്ടല്ലോ. ഇനി ഇപ്പൊ ഏതെങ്കിലും ഒരുത്ത സ്റ്റേഷനിൽ ഓലപ്പടക്കം കത്തിച്ചാലും നമ്മളകത്താ. അപ്പന്റെ പേര് അത്ര പറഞ്ഞാ പറയുന്നു. എന്തിനെന്റെ പേരെടുത്തിട്ടത്? കർത്താവേ, കയ്യും കാലും കോടാലും കൊണ്ടുപോകും, ബാക്കി ജയിലിലും. അപ്പൻ ഒറ്റൊരുത്തര ഇതിനെല്ലാം കാരണം. ഇയാള് എന്റെ ജീവിതം നശിപ്പിച്ചാണോ? ഒന്ന് പോയി തരാമോ അങ്ങോട്ടെങ്കിലും? അതേടാ, കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി നിനക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും പോത്തിറച്ചി വാങ്ങി അണ്ണാക്കിലോട്ട് തള്ളിത്തന്ന് വളർത്തിയെടുത്തതാടാ ഈ ശരീരം. ഇപ്പൊ പോത്തിനെ പോലെ വളർന്നപ്പോ അപ്പൻ നിനക്ക് അന്യൻ. നിന്റെ ജീവിതം ഞാൻ കോഞ്ഞാട്ടാക്കിയല്ലേ? തീർന്നടാ, എല്ലാം ഇവിടെ തീർന്നു. ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അത് പട്ടി എന്റെ പുറകെ വന്നാൽ ആദ്യം നിന്റെ കാല് വെട്ടുന്നത് ഞാനായിരിക്കും. അപ്പന്റെ വഴിക്ക് പോയി, പെങ്ങളെ വഴിക്ക് പോയി. കർത്താവേ, ഞാൻ വിധവയായി.
ആരിപ്പ അത് രാത്രി സ്റ്റേഷനിൽ എന്താ ഈ നേരത്ത്? സാറേ, ഞാനാ പുരുഷോത്തമൻ. ആ പറ. ഹൈവേ പോലീസിൽ നിന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ആ, കൈയും കാലും വെട്ടിമാറ്റിയ നിലയിൽ ഒരു ഡെഡ് ബോഡി റോഡിൽ കിടക്കുന്നെന്ന്. ആ. പോക്കറ്റിൽ ആരുടെ ഒരു ഭീഷണി കത്തുണ്ടെന്ന് സാർ. ഹൈവേ പോലീസ് പറഞ്ഞ അടയാളം വെച്ച് നോക്കിയാൽ അത് സാറിന്റെ അളിയനാണെന്ന് തോന്നുന്നു. ആര്, ജോണിക്കുട്ടിയാ? അതെ സാർ. അയ്യോ, നിക്ക്, ഹോൾഡി. ആ, ഞാൻ വരാം. പുരുഷോത്തമൻ ഒരു കാര്യം ചെയ്യ്, സെബാസ്റ്റിനോട് ഇങ്ങോട്ട് വരാൻ പറ. പ്രതാപേട്ടാ, സത്യം പറ, ജോണിക്കുട്ടിക്ക് അപകടം വല്ലതും പറ്റിയോ? ഒന്നുമില്ലടാ, ഹൈവേയിൽ ഒരു ആക്സിഡന്റ്. ജോണിക്കുട്ടിയാണോ എന്നൊരു സംശയം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവനിവിടെ അഭയം കൊടുക്കാന്ന്, കേട്ടോ? ആലിസേ, നീ ഇവിടുന്ന് ബഹളം വെക്കാതെ. എനിക്കിപ്പോ എന്റെ അനിയനെ കാണണം. ജോണിക്കുട്ടിയെ, നിനക്ക് എന്നാ പറ്റേടാ? ആലിസേ, ഞാൻ പറയുന്നത് കേൾക്കുന്നേ. സത്യം പറ, എന്റെ അനിയൻ ജീവിച്ചിരിപ്പുണ്ടോ? ആലിസേ, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്ക്. ഹൈവേയിൽ ഒരു ഡെഡ് ബോഡി കണ്ടെന്ന് ഹൈവേ പോലീസിന്റെ ഇൻഫർമേഷൻ. അടയാളം വെച്ച് ജോണിക്കുട്ടിയാണെന്നൊരു സംശയം. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. അതവൻ തന്നെയാ എന്റെ അനിയനെ കൊലപ്പെടുത്ത പ്രതാപേട്ടനാ. അയ്യോ, അയ്യോ. ജോണിക്കുട്ടി, പോ. ആലിസേ. വിട്. അയ്യോ, എന്റെ പൊന്നു നീ തുറക്കണ്ട, ഡ്രസ് മാറിയിട്ട് ഞാൻ പോയി നോക്കാം. അയ്യോ. എന്റെ അമ്മ, അയ്യോ, പ്രേതം. എന്താ ചേച്ചി? ചേച്ചി എന്തിനാ ഇതിനകത്ത് നിലവിളിച്ചത്? ജോണിക്കുട്ടി, നീ മരിച്ച വാർത്ത കേട്ട് നിനക്കൊന്നും പറ്റിയില്ലേ? നീ റോഡ് ചത്തു കിടക്കുന്ന പറഞ്ഞ് ഫോൺ വന്ന. അതിന് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഞാൻ ആ പട്ടിക്കുട്ടിന്റെ പുറകെ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോഴാ ചേച്ചിയുടെ കരച്ചിൽ കേട്ടത്. അങ്ങനെ കാര്യം തിരക്കാൻ വേണ്ടി ഞാൻ വന്ന് ബെല്ലടിക്കുകയല്ലായിരുന്നോ? ആയിരുന്നോ? ഓ, അയ്യോ. എസ് ഐ